ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നാളത്തെ എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെ രണ്ടുപേരുടെ കള്ളത്തരം ശ്രുതി പൊളിച്ചെടുക്കുകയാണ്. കാരണം അവര് വേറൊന്നുമല്ല, അവര് ബിസിനസ് തട്ടിപ്പുകാരാണ്. ആ കാര്യം ശ്രുതി പോലീസിൽ അറിയിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്തിന് പോലീസുകാർ അവിടെ വന്നിട്ട് അവർ രണ്ടുപേരും തൂക്കിക്കൊണ്ട് പോകുകയാണ്. ആകാശ് പറയണ്ട്, ഹോ ശ്രുതി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കമ്പനി ഇപ്പോ നഷ്ടത്തിലായാനെ. നമ്മൾ അവരെ വിശ്വസിച്ച് എത്ര ലക്ഷം രൂപ കൊടുത്താനെ. അല്ലേ ഏട്ടാ, എല്ലാത്തിനും ശ്രുതിയുടെ നന്ദി പറയേണ്ടത് എന്നൊക്കെ ആകാശ് പറയട്ടെ. ശ്രുതിക്ക് ഭയങ്കര ഒരു ബഹുമാനം, ഒരു അഭിമാനം തോന്നുവാണ്. പക്ഷെ അശ്വിൻ മാത്രം അത് സമ്മതിക്കുന്നില്ല. പക്ഷെ അശ്വിന് നേരത്തെ തന്നെ ചെറിയ ഡൗട്ട് ഉണ്ടായിട്ട് ഇവരുടെ അടുത്ത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഓഫീസിന് പുറത്ത്, അതായത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സർ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സൗണ്ട് ശരിയാത്തോണ്ട് നിങ്ങൾക്ക് എന്നോട് നന്ദി പറയണമെന്നുണ്ട്. പക്ഷെ സൗണ്ട് വരാത്തോണ്ട് നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുന്നില്ല അല്ലെ? കുഴപ്പമില്ല സർ, സാരമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി സാറിന് എന്നോട് ഒരുപാട് നന്ദി പറയണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ശ്രുതി പറയാണ്. പെട്ടെന്ന് അശ്വിൻ വണ്ടി നിർത്തുവാണ്. ശ്രുതി പറയണ്ട്, എന്തിനാ വണ്ടി നിർത്തിയത്? ഓ, എനിക്കതിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കാനായിരിക്കുമല്ലോ. ഓ, ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സർ എന്ന് പറയാണ്. അപ്പൊ അശ്വിൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുക എന്ന് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാണ്. ശേഷം കാറ് തുറന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി ആ സമയത്ത്, ഓ എനിക്കെന്തോ കാര്യമായിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പോയതാന്ന് തോന്നുന്നു എന്നൊക്കെ പാട്ടിനെ ആലോചിച്ചിരിക്കുകയാണ്. ശ്രുതിക്ക് ഒരു ആഗ്രഹം അശ്വിന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് ഇരിക്കണമെന്ന്. ശ്രുതി പതുക്കെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണ്. ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നില്ല. ശ്രുതിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കണേന്ന്. ശ്രുതി അവിടെ ഇവിടെയൊക്കെ തിരിച്ച് വലിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് പോലീസ് അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ എന്താ സാറെന്ന് ചോദിക്കുമ്പോ, അതെ നിങ്ങളുടെ ലൈസൻസ് ഇങ്ങോട്ട് എടുത്തേ എന്ന് പറയാണ്. ലൈസൻസോ? എന്റെയോ? അതെ, നിങ്ങളെ നോ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി വെച്ചേക്കുന്നത്, നിങ്ങളുടെ ലൈസൻസ് കാണിക്കേ. അയ്യോ സർ, ഞാനല്ല വണ്ടി ഓടിച്ചത്, ദേ എന്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന്റെ കടയിൽ പോയിരിക്കുക, ഇപ്പൊ വരും. ഇല്ലില്ല, അത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, നിങ്ങളാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കേ, അല്ലെങ്കിൽ ഞാൻ പിഴ ഈടാക്കും, പോയി ജയിലിൽ കിടക്കേണ്ടി വരും. എന്താ അത് വേണോ? അയ്യോ സർ, ദേ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ഹസ്ബൻഡ് എല്ലാം പറയും എന്ന് പറയണം. അപ്പൊ അശ്വിൻ വരുമ്പോൾ ശ്രുതി പറയണ്ട്, അശ്വിൻ സർ ദേ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിക്കുന്നു. അശ്വിൻ സർ ഒന്ന് പറ സർ എന്ന് പറയുമ്പോൾ അശ്വിൻ മിണ്ടാതിരിക്കുക കേട്ടോ. ശ്രുതി പറയണ്ട്, അയ്യോ ട്രാഫിക് പോലീസുകാരെ ഒന്ന് ക്ഷമിക്കണേ, അദ്ദേഹത്തിന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് സർ, തല ഇങ്ങനെ ആട്ടിയാൽ മതി, സാറല്ലേ വണ്ടി ഓടിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ തലയൊന്നും ആട്ടുന്നില്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ കറക്റ്റ് സമയത്ത് എനിക്കിട്ട് പാര വെക്കുവാണല്ലോ, എന്തെങ്കിലും ഒന്ന് പറ സർ എന്ന് പറയാണ്. അശ്വിൻ കുറച്ചുകൂടി മിണ്ടാതിരിക്കും കേട്ടോ. ആ സമയത്ത് ട്രാഫിക് പോലീസ് പറയണ്ട്, ആഹാ അപ്പൊ നിങ്ങൾ തന്നെയാണ് വണ്ടി ഓടിച്ചത്, എടുക്ക് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്ക്, അല്ലെങ്കിലേ ഇപ്പൊ പിഴ ഈടാക്കണം, 2000 രൂപ തരണം എന്ന് പറയുമ്പോൾ ശ്രുതി, അയ്യോ 2000 രൂപയോ സർ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വിൻ അതിന് 2000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസും കാണിക്കുന്നുണ്ട്. ശരി നിങ്ങളെന്നാ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് റെസിപ്റ്റ് ഒക്കെ എഴുതി കൊടുക്കാണ് പോലീസുകാര്. ശേഷം അവർ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ. വീട്ടിലേക്ക് എത്തുന്ന അശ്വിന്റെ അടുത്തേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ അശ്വിനോട് പറയുന്നുണ്ട്, അശ്വിൻ സർ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പുകയൊന്നും ശ്വസിക്കരുതെന്ന്, നിങ്ങൾക്ക് അലർജിയുടെ പ്രശ്നം, ആസ്മയുടെ പ്രശ്നം, അതുപോലെ തന്നെ ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും മരുന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം മരുന്നിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ബോഡിക്ക് പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യാതെയാണല്ലോ, എന്തിനാ കൊതുകുതിരി കത്തിച്ചു വെച്ചത് എന്ന് അശ്വിനോട് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. മനോരമ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചു, അതാണെങ്കിൽ ലോക്കൽ കൊതുകുതിരി, അതായിരിക്കും അശ്വിൻ കുഞ്ഞനെ ഇത്രയും പ്രശ്നം വരാൻ കാരണം എന്നൊക്കെ പറയണം. അപ്പൊ ഡോക്ടർ പറയണ്ട്, ഒരു കാര്യം ചെയ്യും, മരുന്ന് അധികം കഴിക്കാൻ പാടില്ല, എന്നാലും മരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ, വീട്ടിലിങ്ങനെ ചുക്ക് കാപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പറ്റുന്നില്ലെങ്കിൽ മാത്രം വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി, ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ വൃത്തിയാക്കിയിട്ട് മരുന്നൊക്കെ കഴിക്കൂ, ചിലപ്പോൾ വ്യത്യാസം വരും എന്ന് പറയാണ്. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശി അടുത്ത്, അതേ മുത്തശ്ശി അമ്മായി പറയാറുണ്ട്, നമുക്ക് തൊണ്ടക്ക് എന്ത് പ്രശ്നം വന്നാലും എരിവുള്ള സംഭവങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന്, ഞാൻ കുരുമുളകും ചുക്കൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അശ്വിൻ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വേണ്ട എന്നിങ്ങനെ കാണിക്കാണ്. അപ്പൊ ആ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അഞ്ജലി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലേ നിന്നെ കൊണ്ട് ചുക്ക് കാപ്പി അല്ല കഷായം വരെ കുടിപ്പിച്ചാന്, അവള് ഹോസ്പിറ്റലിൽ പോയോണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ അവള് നീ ഇപ്പൊ വേണ്ടെന്ന് പറയുന്നു അവള് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് ശ്രുതി നീ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതി അമ്മായിനെ വിളിക്കുന്നുണ്ട്. അമ്മായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുന്നത്, ചുക്ക് കാപ്പി അല്ല അതൊരു പ്രത്യേക ഒരു സംഭവം ആട്ടോ. അപ്പൊ അത് ഉണ്ടാക്കേണ്ട എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അത് ഉണ്ടാക്കുവാട്ടോ. അത് ഉണ്ടാക്കിയിട്ട് അശ്വിനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ അത് വേണ്ട എന്ന് പറയണം. ശ്രുതി പറഞ്ഞിട്ട് ഇത് കുടിക്കണം, ഇത് കുടിച്ച് നിങ്ങളുടെ ശബ്ദം തീർച്ചയായിട്ടും വരും, എനിക്ക് ഉറപ്പാണ്, കാരണം ഇത് അങ്ങനത്തെ സംഭവങ്ങളുള്ളത്, അമ്മായി ഉണ്ടാക്കിയത് കൊണ്ട് അമ്മായി പറഞ്ഞത് പ്രത്യേകിച്ച് പെട്ടെന്ന് മാറും, ഉറപ്പാണ്, നിങ്ങളിത് കുടിക്കണം എന്നൊക്കെ പറയാണ്. അശ്വിൻ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട് മര്യാദക്ക് കുടിക്കണം, ഞാൻ മുത്തശ്ശിനെ വിളിക്കും എന്ന് പറയണം. അശ്വിൻ അത് പെട്ടെന്ന് ഒറ്റ വലിക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതി പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങളുടെ സൗണ്ട് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാണ്. അങ്ങനെ അശ്വിനി ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുവാട്ടെ,
എനിക്ക് സൗണ്ട് വന്നോ? ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, എന്റെ സൗണ്ട് തിരിച്ചു വന്നല്ലോ. അപ്പൊ അവളുടെ മരുന്ന് ഏറ്റു എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് ഓടി വരുവാണ്. അശ്വിൻ സർ, അരമണിക്കൂറായി, സൗണ്ട് തിരിച്ചു വന്നോ സർ എന്ന് പറയുമ്പോൾ അശ്വിൻ വീണ്ടും സൗണ്ട് അടഞ്ഞ പോലെ സംസാരിക്കുക കേട്ടോ. അയ്യോ, സൗണ്ട് തിരിച്ചു വന്നില്ലേ? ഓ, ഈ അമ്മായിയുടെ ഒരു കാര്യം, അമ്മായിയുടെ മരുന്ന് എല്ലാവർക്കും ഗുണം ഉണ്ടാവണതാ, പക്ഷെ എന്ത് ചെയ്യാൻ, നിങ്ങളൊരു പ്രത്യേക സംഭവമല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ല. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മായി എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാണ്. അമ്മായിയുടെ മരുന്നൊന്നും അശ്വിൻ സാറിന് പിടിച്ചില്ല, തൊണ്ട ശരിയായില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയും തുടച്ചൊക്കെ ഇടാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി സംഭവങ്ങൾ വൃത്തിയും തുണിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് നിലമൊക്കെ തുടച്ച് കട്ടിലും അതുപോലെ തന്നെ അലമാരയും എല്ലാം തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് ചെയ്യണത്. പക്ഷെ അശ്വിനെ വിഷമം തോന്നുന്നുണ്ട്, കാരണം സൗണ്ട് വന്നിട്ടും സൗണ്ട് വന്നില്ലെന്ന് പറയുന്നുണ്ടല്ലോ അശ്വിൻ. പക്ഷെ എന്നാലും ശ്രുതിയുടെ വെപ്രളൊക്കെ കാണുമ്പോൾ അശ്വിൻ അത് ആസ്വദിക്കുന്നുണ്ട്, കാരണം തന്നോട്ടുള്ള ആ ഒരു സ്നേഹമാണല്ലോ. അങ്ങനെ അശ്വിൻ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശേഷം ശ്രുതി പറയുന്നുണ്ട് ഒരു കാപ്പി കൂടി എടുത്തോണ്ട് വരാമെന്ന് പറയാണ്. വേണ്ട എന്ന് അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ശ്യാം ആണെങ്കിൽ അശ്വിൻ ഇല്ലാത്ത സമയത്തൊക്കെ അശ്വിന്റെ റൂമിൽ കേട്ട് ആ ഫയൽ എന്താണ് നോക്കാനുള്ള ഒരു തത്രപ്പാടിൽ ശ്യാം ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അശ്വിൻ തിരിയുമ്പോഴേക്കും ശ്രുതി ഒരു കത്തിയായിട്ട് ഇങ്ങനെ വരുക കേട്ടോ. അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ്. അശ്വിനെ ഞെട്ടിപ്പോകുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കൊത്തി കൊല്ലാൻ വേണ്ടി പോകുക, എനിക്ക് മതിയായി നിങ്ങളായിട്ടുള്ള ജീവിതം, ഞാൻ നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ ജീവനെ ഞാൻ ഇങ്ങോട്ട് എടുക്കും എന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ മനോരമ മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്. ശ്രുതി, നീ എന്തേ കാണിക്കണത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആരും മിണ്ടിപ്പോരുത്, ഇയാളെ ഞാൻ കൊല്ലാൻ വേണ്ടി പോവാ, എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും, ഇയാളിന് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു കത്തിമച്ചിങ്ങനെ കുത്താൻ പോകുമ്പോഴേക്ക് അശ്വിൻ പെട്ടെന്ന് നീ എന്തേ കാണിക്കണത് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി സൗണ്ട് വന്നു. അതെ, സത്യം പറഞ്ഞതൊരു അഭിനയമായിരുന്നു, ഞാനൊരു സിനിമയിൽ കണ്ടതാ, സീരിയലിലും കാണാറുണ്ട്. അതെ, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടത്തിൽ വന്നാലേ ആപത്ത് വരുമ്പോഴേക്കും സൗണ്ട് തന്നെ പുറത്തു വരുന്നു, കണ്ടിട്ടില്ലേ ചേച്ചി? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടില്ലേ, അതില് നായികയുടെ സൗണ്ട് പുറത്തു വരാൻ വേണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ലേ? ശരിയാ, ഒരു പടത്തിലല്ലേ? അതെ, എന്തായാലും ഇത് അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണല്ലോ, സൗണ്ട് പുറത്തു വന്നല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശിയൊക്കെ പറയണ്ട. അപ്പൊ മോഹനങ്ങളും പറയണ്ട, അതെ, എന്തായാലും ശ്രുതിയുടെ ഐഡിയ സൂപ്പർ ആണ് കേട്ടോ, അശ്വിന്റെ സൗണ്ട് പുറത്തു വന്നു എന്നൊക്കെ പറയാണ്. അപ്പൊ മനോരമ പറയണ്ട്, എന്ത് സൗണ്ട് പുറത്തു വന്നാലും ഇവള് ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അശ്വിൻ കുഞ്ഞ, നീ ഒരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതി കൊടുക്കാം, ഞാനും നിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരാം, ഇവൾക്കെതിരെ പരാതി കൊടുക്കണം, നിന്നെ കുത്തി കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയണ്ട്, അതുകൊണ്ട് എന്താ, കുഞ്ഞിന്റെ സൗണ്ട് പുറത്തു വന്നില്ലേ, കണ്ടില്ലേ, ആപത്ത് സംഭവിക്കുന്ന പറഞ്ഞപ്പോ കുഞ്ഞിന്റെ സൗണ്ട് പുറത്തു വന്നു. ശ്രുതി, യു ആർ ഗ്രേറ്റ് എന്നൊക്കെ എല്ലാവരും പറയണം. എല്ലാവരും ശ്രുതിനെ വാഴ്ത്തി പാടുവാട്ടോ. അശ്വിനാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്, കാരണം സൗണ്ട് നേരത്തെ വന്നില്ലെന്ന് അഭിനയിച്ചത് കൊണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനൊക്കെ കാണിക്കുന്നില്ല, അത് ശരിക്കും പറഞ്ഞാൽ അവർ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയാട്ടോ. പക്ഷെ അത് അവർ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞു പോണത്. അത് നല്ല രസമാണ് ആ ഭാഗം കാണിക്കാനായിട്ട്. ഇപ്പൊ ഓൾറെഡി ഈ നാളത്തെ എപ്പിസോഡ് ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ അതും കൂടി പറഞ്ഞിങ്ങനെ ലോങ് വീഡിയോ ആയി പോകും, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. നാളെ പറഞ്ഞുതരാം ആ ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.